നമസ്കാരം. നവംബർ 5-നാണ് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ ടെലിവിഷൻ സംവാദവും നടന്നിരുന്നു. പ്രസിഡന്റ് ജോ ബൈഡനും റിപ്പബ്ലിക് പാർട്ടിയിലെ എതിരാളി ഡൊണാൾഡ് ട്രംപുമായിരുന്നു സംവാദത്തിൽ ഏറ്റുമുട്ടിയത്. സമ്പദ് വ്യവസ്ഥ, അതിർത്തി സുരക്ഷ, വിദേശ നയം, ഗർഭഛിദ്രം, ദേശസുരക്ഷ എന്നിവ വിഷയമായ സംവാദത്തിൽ ഇരുവരും പരസ്പരം നുണയനെന്ന് വിളിക്കുകയും US-ന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്ന് പരസ്പരം വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. സംവാദത്തിനിടെ ബൈഡന്റെ അടഞ്ഞ ശബ്ദവും വാക്കുകൾക്കായുള്ള തപ്പിത്തടയലും മൂർച്ചയില്ലാത്ത മറുപടികളും ചേഷ്ടകളുമെല്ലാം അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കി. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ബൈഡന് 81 വയസ്സുണ്ട്, ട്രംപിന് 78 വയസ്സും. എന്തായാലും ബൈഡന്റെ പ്രായത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായതിന് പിന്നാലെ ഇപ്പോൾ ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാവാൻ ജോ ബൈഡനേക്കാൾ നല്ലത് നിലവിലെ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസ് ആണ് എന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ട്രംപുമായുള്ള സംവാദത്തിന് ശേഷം ബൈഡന്റെ ജനപ്രീതി ഇടിഞ്ഞുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CNN ആണ് ഇത് സംബന്ധിച്ച് സർവേ നടത്തിയത്. കമല ഹാരിസും ട്രംപും തമ്മിലുള്ള താരതമ്യത്തിൽ വോട്ടർമാരുടെ പിന്തുണയിൽ ഇരുവർക്കുമിടയിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 47% പേർ ട്രംപിനെ പിന്തുണയ്ക്കുമ്പോൾ 45% പിന്തുണ കമല ഹാരിസിനുണ്ട്. സ്ത്രീ വോട്ടർമാരിൽ 50% പേരുടെ പിന്തുണ കമല ഹാരിസിനുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിയായി ബൈഡൻ എത്തുകയാണെങ്കിൽ ഡെമോക്രാറ്റുകൾക്ക് കിട്ടുന്ന സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ 44% ചുരുങ്ങും. നേരത്തെ ട്രംപുമായുള്ള സംവാദത്തിന് ശേഷം ബൈഡൻ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്നും പിന്മാറണമെന്ന് ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്ന് തന്നെ ആവശ്യമുയർന്നിരുന്നു. സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദത്തിനു ശേഷം ആരാണ് മികവ് പുലർത്തിയതെന്ന് എപ്പോഴും ചർച്ചയാവാറുണ്ട്. എന്നാൽ ഇത്തവണ നടന്ന സംവാദങ്ങൾ പലതും അസാധാരണമായി. ജോ ബൈഡന്റെ പ്രകടനത്തെ ചൊല്ലി സ്വന്തം പാർട്ടിയായ ഡെമോക്രാറ്റുകൾക്കിടയിൽ തന്നെ പൊട്ടിത്തെറിയുണ്ടായി. പലയിടത്തും ബൈഡന്റെ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നതും ദയനീയമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചതെന്ന് വിമർശനമുയർന്നു. പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ ബൈഡന് കഴിഞ്ഞിരുന്നില്ല. പലയിടത്തും വാക്കുകൾ നഷ്ടപ്പെട്ടതും ബൈഡന്റെ പ്രായാധിക്യം കാരണമാണെന്ന് വിലയിരുത്തപ്പെട്ടു. 90 മിനിറ്റ് നീണ്ടുനിന്ന സംവാദം 4.5 കോടിയോളം പേർ ടെലിവിഷനിലൂടെ കണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഡിമെൻഷ്യയാണെന്നും മുഖ്യധാര മാധ്യമങ്ങൾ ഈ വസ്തുത മറച്ചുവെക്കുകയാണെന്നും അമേരിക്കയിലെ പ്രശസ്ത രാഷ്ട്രീയ നിരൂപകനും എഴുത്തുകാരനുമായ ടക്കർ കാൾസൺ ആരോപിച്ചിരുന്നു. ഡെമോക്രാറ്റുകൾ ഉടൻ തന്നെ ബൈഡന് പകരം വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ നിയമിക്കണമെന്നും മുൻ ഫോക്സ് ന്യൂസ് അവതാരകൻ കൂടിയായിരുന്ന ടക്കർ കാൾസൺ പറഞ്ഞിരുന്നു. 1964 ഒക്ടോബർ 20 കാലിഫോർണിയയിലെ ഓക്ലാൻഡിലാണ് കമലയുടെ ജനനം. പിതാവ് ജമൈക്കൻ സ്വദേശിയും സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറുമായ ഡൊണാൾഡ് ഹാരിസ്, അമ്മ തമിഴ്നാട്ടുകാരിയും സ്തനാർബുദ ഗവേഷകയുമായ ശ്യാമള ഗോപാലനാണ്. എന്തായാലും ബൈഡനേക്കാൾ കേമത്തി കമല എന്ന സർവേ റിപ്പോർട്ട് പുറത്തു വരുന്ന സ്ഥിതിക്ക് അമേരിക്കയ്ക്ക് ഇന്ത്യൻ വംശജയായ ഒരു വനിതാ പ്രസിഡന്റിനെ ലഭിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.